അത്യാവശ്യമില്ലാത്ത എംബസി ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇസ്രായേലിൽ നിന്ന് മടങ്ങാൻ യുഎസ് അനുമതി നൽകി. ഇസ്രായേലിലെ യുഎസ് അംബാസിഡർ മൈക്ക് ഹക്ബിയാണ് ജീവനക്കാർക്ക് ഇത്തരത്തിലൊരു സന്ദേശം നൽകിയത്. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ അങ്ങനെ ചെയ്യണമെന്നും യുഎസ് അംബാസഡർ അയച്ച ഇമെയിൽ സന്ദേശത്തിലുണ്ടായിരുന്നു. അതേസമയം പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും വലിയൊരു ജാഗ്രത കൊണ്ടാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് യുഎസ് അംബാസഡർ ജീവനക്കാർക്ക് ഇത്തരമൊരു സന്ദേശം അയച്ചത്. വിമാന ടിക്കറ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടാകുവാനുള്ള സാധ്യതയും സന്ദേശത്തിലുണ്ട്. പോകുന്നുവെങ്കിൽ രാജ്യത്തുനിന്ന് വേഗത്തിൽ പുറത്തു കടക്കുക എന്നതായിരിക്കണം പ്രഥമ പരിഗണന വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിലേക്കുള്ള യാത്ര പുനഃപരിശോധിക്കണമെന്ന് വെള്ളിയാഴ്ച യുഎസ് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെതിരെയുള്ള ഒരു സാധ്യമായ ആക്രമണത്തിന് മുന്നോടിയായി പശ്ചിമേഷ്യയിലെ യുഎസ് സൈനിക വിന്യാസത്തിന്റെ ഭാഗമായി USS ജെറാൾഡ് യുദ്ധക്കപ്പൽ വടക്കൻ ഇസ്രായേലിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ദിവസം തന്നെയാണ് ഈ മുന്നറിയിപ്പുകൾ വന്നതെന്നും ശ്രദ്ധേയമാണ്. USS ജെറാൾഡ് കൂടാതെ അമേരിക്കയുടെ ഡസൻ കണക്കിന് സ്റ്റെൽത്ത് F-22 ഫൈറ്റർ ജെറ്റുകളും ഇസ്രായേലി താവളങ്ങളിലെത്തിയിട്ടുണ്ടെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ആണവ കരാറുമായി ബന്ധപ്പെട്ട അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് സൈനിക വിന്യാസങ്ങളും നടക്കുന്നത്. വ്യാഴാഴ്ച ജനീവയിലാണ് അവസാനമായി ചർച്ച നടന്നത്. എന്നാൽ കരാർ സംബന്ധിച്ച് യുഎസും ഇറാനും കാര്യമായ അകൽച്ച നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഉടമ്പടി സാധ്യമാണോ എന്ന് വ്യക്തമല്ല. സ്ഥിതിഗതികൾ വഷളായി തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിലെ ടെഹ്റാനിലുള്ള ബ്രിട്ടീഷ് എംബസിയിലെ ജീവനക്കാരെ താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട്. നിരവധി രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാരോട് ഇറാൻ വിടാൻ കേന്ദ്ര സർക്കാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ചൈനയും കാനഡയും പൗരന്മാരോട് ഇറാൻ വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.